എന്തിനാണെന്ന് വെച്ചാൽ ഈ DSF പോലെ ഒരു ഉത്സവം നമ്മുടെ നാട്ടിൽ നടത്തുവാൻ വേണ്ടിയാണ്. ഇതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1947 ഞാൻ കുത്തകയിൽ ഒരു ക്രിക്കറ്റ് കളി മത്സരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതായത് അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചു. ജയിച്ചതാരാണ്? കെനിയ. ഇന്ത്യയും പാകിസ്ഥാനും കളിച്ചപ്പോൾ ജയിച്ചത് കെനിയ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചപ്പോൾ വഴിയിൽ നിന്ന് കെനിയ ജയിച്ചു. അതുപോലെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ വിവിധ രാജ്യങ്ങളുള്ള ഒരു ഗ്ലോബൽ വില്ലേജ് നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പോകണം സർ. എന്താണ്? അല്ല, ഇവിടെ വിവിധ രാജ്യങ്ങളുള്ള ഒരു ഗ്രാമമാണല്ലോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേപോലെയുള്ള ഉത്സവം നമ്മുടെ നാട്ടിൽ വരാൻ പോകണം. അപ്പം അതായത് പണ്ട് ഞാൻ വെട്ടിനിരത്തിൽ നടത്തിയിരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊക്കെ നിർത്തി. എന്റെ ഗൺമാൻ എവിടെ? ഞാനിപ്പോ വെടി മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഈ വെടി വെക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ശത്രുക്കളെ പെട്ടെന്ന് തോൽപ്പിച്ച് നിരത്താനാകും. ഇവരുടെ ഗൺമാനാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇങ്ങോട്ട് പേരെന്താണെന്ന് പറഞ്ഞു കൊടുത്ത്. ശ്രീകാന്ത്. ഇത് ശരിക്കുള്ള ഗണ്ണാണോ? ഇത് വെച്ചാൽ വെടി പൊട്ടും. നമസ്കാരം. ഞാനേ ഈ പവലിയന്റെ കാര്യമൊന്നും പഠിക്കാൻ വന്നു. കാരണം കേരളത്തിലും ഇതുപോലൊരു പവലിയൻ കൊണ്ടുവരാൻ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇതുപോലൊരു പവലിയൻ കേരളത്തിൽ കൊണ്ടുവരണം. അതാണ് എന്റെ ഒരു ഉദ്ദേശം. കേരളത്തിലെ ജനങ്ങൾ വളരെ വികസനപരമായി പറയുകയാണ്. ഞങ്ങളുടെ ഓരോ ക്ലോസപ്പ് ഫോട്ടോയും കൂടി എടുത്തു, നാളത്തെ പത്രത്തിലേക്ക് അടിച്ചിട്ടു. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രവർത്തന മേഖലയിൽ ഇദ്ദേഹമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് വാർത്താ മാധ്യമങ്ങൾ അടിച്ചെടുത്തോളൂ. തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോസപ്പ് ഫോട്ടോയും കൂടി എടുത്തു കൊടുത്തു. സർ ഒരു അറബിയെ കണ്ടപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതുപോലെ തുടങ്ങാൻ വേണ്ടിയുള്ള സ്പോൺസർഷിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി. അതായത് ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഈ വന്ന മുക്തിയുമായി ഞാൻ സഹകരിച്ച് അടുത്ത വർഷം തന്നെ ഇങ്ങനെ ഒരു കേരള ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് തീരുമാനമായില്ല. പക്ഷേ ഉടനെ രേഖാപത്രത്തിൽ ഒപ്പുവെക്കുന്നതായിരിക്കും. അല്ല സാറിനോട് ഒരു 2 മിനിറ്റും കൂടെ, ഈ നമ്മുടെ സ്മാർട്ട് സിറ്റിയെ പറ്റിയൊക്കെ എന്താണ് സർ? സ്മാർട്ട് സിറ്റി എന്ന് വെച്ചാൽ അതായത് 1932 1947 1997 നമ്മുടെ ഉമ്മന്റെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സത്യത്തിൽ സ്മാർട്ട് സിറ്റി തുടങ്ങിയത്. സർ ഞങ്ങളുടെ പരിപാടിയുടെ സമയം വളരെ കുറവാണ്. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മളോട് കുറച്ച് പ്രേക്ഷകരോട് കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കാം. തീർച്ചയായും ചോദിക്കാം. നമ്മുടെ മലയാളികളല്ലേ, നമ്മുടെ സഹാക്കളാ. നമുക്ക് പരിചയപ്പെടാം. ഗുഡ് ഈവനിങ്, ഞാൻ ഏഷ്യൻ പ്ലസ് റോയൽ സ്പൈസ് സബാഷ് DSF വരാണ്. പേരെന്താണ്? മുഹമ്മദ് കൈസ്. ശ്രീകാന്ത്. ബിജോയ്. ബഷീർ. എവിടെയാണ് നാട്ടില്? കണ്ണൂരിന്റെ മക്കളാ. ഇവരെല്ലാം ഓരോ ക്ലോസപ്പ് എടുത്തിട്ട് ചോദ്യത്തിലേക്ക്. അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്. അതെ, താമസിക്കാൻ പറ്റാത്ത വീട്. താമസിക്കാൻ പറ്റാത്ത വീട് ദീപസഭയാണോ? അല്ല സർ, താമസിക്കാൻ പറ്റാത്ത വീട് കോഴിക്കോടൻ വീടാണ്. അല്ല കളിവീടല്ല. ഏതാണ്? കളിവീടല്ല. ചോദ്യം ഇതാണ്, താമസിക്കാൻ പറ്റാത്ത വീട്. വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? ചീവീടല്ലാതെ. കളിവീടല്ല, ചീവീടും കളിവീടും അല്ലാതെ വേറെ ഏതെങ്കിലും ഉത്തരങ്ങളുണ്ടോ? ഒരു സ്മാർട്ട് അതെ, ഇവരെ പോലുള്ള ആൾക്കാരെ കാരണോ ഈ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ പറ്റാത്തത്. സാറിനെ പേടിച്ചോടിയതായിരിക്കും. അപ്പൊ ചീവീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് അദ്ദേഹത്തിന് വഴി നൽകും. അതെ, അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കാണ് ആൻസർ. അപ്പൊ കുട്ടിയുടെ വാക്കിയത് അമ്പഴൊക്കെ ആയിരുന്നു. അല്ല, ഞാനിങ്ങനെ എത്ര പേർക്ക് അവസരം പ്രോബ്ലം അവസരമല്ല. കാരണം ഒരാൾ ആൻസർ പറഞ്ഞാൽ അംഗീകരിക്കണം. അതായത് നിയമസഭയിൽ ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനത് സമ്മതിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. അല്ല, എല്ലാവർക്കും അവസരം കൊടുത്തേ. പേരെന്താണ്?
നൗഷാദ്. നൗഷാദ് എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? 10-12 വർഷമായി. 10-12 വർഷമായി. അപ്പൊ എനിക്ക് തോന്നുന്നു ആളുടെ കയ്യിൽ വളരെ സാമ്പത്തികപരമായ അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്ക് കുറച്ച് ഫണ്ടൊന്ന് തരാമോ? തീർച്ചയായിട്ടും. കാരണം പ്രവാസി മലയാളികളെ കൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ടുപിടി വിട്ടാതെ കഴിച്ചു പോകുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ മോശമാണ്. എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ? പറയൂ, പരിഹരിക്കാൻ പറയൂ. ഒരുപാട് പ്രശ്നങ്ങൾ. പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രശ്നം? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അയക്കുന്ന പണം നാട്ടിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അതായത് ഒരു കോർഡിനേഷൻ ഇല്ല. ഗവൺമെന്റ് ഇവിടുത്തെ പ്രവാസികളെ ഒന്നും ചെയ്യും. മനസ്സിലായി. ഇവിടെ അയക്കുന്ന പണം നാട്ടിലേക്ക് എത്തണമെങ്കിൽ ആദ്യം കുറച്ച് പൈസ ഗവൺമെന്റിന് തരിക. അപ്പൊ കൃത്യമായിട്ട് ബാക്കി പൈസ വീട്ടിൽ. അടുത്ത ചോദ്യം എന്താണ്? ഇനി ചോദ്യമൊന്നുമില്ല. അടുത്ത ചോദ്യം. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാണ്. താമസിക്കാൻ പറ്റാത്ത വീട് ചീവീടാണ്. കൺഗ്രാറ്റുലേഷൻ നൗഷാദ്.